ഹരേ കൃഷ്ണ. നമസ്തേ, നമസ്കാരം. ഏവർക്കും എൻ്റെ ബ്ലൂ കൃഷ്ണ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എപ്സ്റ്റൈൻ ഫയൽ. ഈ ലോകം കണ്ട എപ്സ്റ്റൈൻ ഫയൽ നമുക്കൊരു പാഠം പഠിപ്പിക്കുന്നു. നിയമം ഒഴിവാക്കാൻ കഴിയാം, പക്ഷേ കർമ്മഫലം ഒരിക്കലും ഒഴിവാക്കാൻ ആർക്കും കഴിയില്ല. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, എപ്സ്റ്റൈൻ ഫയൽ പോലുള്ള സംഭവങ്ങൾ നമ്മെ ഞെട്ടിക്കുന്നതാണ്. പക്ഷേ ഇതൊരു വ്യക്തിയെക്കുറിച്ചുള്ള കഥ മാത്രമല്ല. മൂല്യങ്ങളില്ലാതെ അധികാരം എത്ര അപകടകരമാണെന്ന് ലോകത്തോട് പറയുന്ന ഒരു മുന്നറിയിപ്പാണ് ഇത്, പ്രത്യേകിച്ച് യുവതലമുറകൾ. ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ നേതൃത്വത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നു. യദ്ധ്യാതചരതി ശ്രേഷ്ഠ തഥാ ദേവേന്ദ്ര ജനാഃ സ യത് പ്രമാണം കുരുതേ ലോകസ്തദ്നുവർത്തതേ. ഭഗവത്ഗീത 3-ാമത്തെ അധ്യായത്തിൽ 21-ാമത്തെ ശ്ലോകത്തിൽ ഒരു വലിയ വ്യക്തി എന്തു ചെയ്യുന്നു അതാണ് സമൂഹം അനുകരിക്കുന്നത്. ഒരു നേതാവ് ഏത് മനോദണ്ഡം സ്ഥാപിക്കുന്നുവോ അതേ വഴിയാണ് ലോകം പിന്തുടരുന്നത്. ഇന്നത്തെ സാഹചര്യത്തിൽ ഈ ശ്ലോകം നമ്മെ ചിന്തിപ്പിക്കുന്നു. നേതാക്കൾ അധികാരം ദുരുപയോഗം ചെയ്യുമ്പോൾ, നിശബ്ദത പാലിക്കുമ്പോൾ, ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുമ്പോൾ അതിന്റെ ഫലം മുഴുവൻ സമൂഹം അനുഭവിക്കുന്നു. എപ്സ്റ്റൈൻ സംഭവം നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ്. ധർമ്മമില്ലാതെ നേതൃത്വം ഒടുവിൽ നാശത്തിലേക്ക് നയിക്കുന്നു. ശ്രീകൃഷ്ണൻ പഠിപ്പിക്കുന്നത് നേതൃത്വം പദവിയല്ല, ഉത്തരവാദിത്വമാണ്. യഥാർത്ഥ ശക്തി മറ്റുള്ളവരെ നിയന്ത്രിക്കുന്നതല്ല, സ്വയം നിയന്ത്രിക്കുന്നതിലാണ്. നല്ല നേതാവ് ദുർബലരെ സംരക്ഷിക്കുന്നു, മനുഷ്യ ഗൗരവത്തെ മാനിക്കുന്നു, സത്യം കഠിനമായാലും അതിനെ പിന്തുടരും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കൃഷ്ണന്റെ സന്ദേശം വളരെ വ്യക്തമാണ്. വിജയം മാത്രം ലക്ഷ്യമാക്കരുത്, സ്വഭാവം വളർത്തുക, നല്ല സ്വഭാവങ്ങൾ വളർത്തുക, എളുപ്പ വഴികൾ ഒഴിവാക്കി മൂല്യങ്ങൾ തിരഞ്ഞെടുക്കുക. നാളെയുടെ നേതാക്കളാകാൻ ഇന്ന് തന്നെ ധാർമ്മികരാകുക. നാളെയുടെ നേതാക്കൾ കൃഷ്ണന്റെ ധർമ്മപാത പിന്തുടർന്നാൽ സത്യം പുറത്തു കൊണ്ടുവരാൻ ഫയലുകൾ വേണ്ടിവരില്ല. സത്യം അവരുടെ പ്രവൃത്തികളിൽ നിന്ന് തന്നെ തെളിയും.